പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് സ്റ്റെൻസിൽ ആർട്ടാണ്. സ്റ്റെൻസിൽ ആർട്ട് ഒരാളുടെ അല്ല, രണ്ടുപേരുടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എനിക്കാളാകാൻ നിന്നെപ്പോലൊന്നും പോകൃത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കൊണ്ടൊന്നും ഫുട്ബോൾ കളിച്ചോ ക്രിക്കറ്റ് കളിച്ചോ പാട്ടുപാടിയോ പഠിച്ചോ ഒന്നും 10 പേരുടെ മുമ്പിൽ അംഗീകാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഷർട്ടിന് 4 ബട്ടൺ ഊരിയിട്ടും പെമ്പിള്ളാരെ കയറി പിടിച്ചും തെറിപ്പാട്ടും പാടി നടന്നാലേ നിന്നെയൊക്കെ ആരെങ്കിലും തിരിച്ചറിയൂ. ഞാനും ഈ ഷൈനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലയാകുന്നുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ MG കോളേജിലോ പോയി അന്വേഷിച്ചോക്കെ എന്നെ പറ്റി. അവര് പറഞ്ഞുതരും. വെറും രാമേന്ദ്രനല്ല, ചൂടൻ രാമേന്ദ്രൻ. അവര് പറഞ്ഞുതരും ഷൈനിങ്ങിനെ പറ്റി. നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കിൻ്റെയും ഒക്കെ സ്റ്റെൻസിൽ നമുക്കൊരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റെൻസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം. വരയ്ക്കാൻ കഴിവുള്ളവർ വരച്ചിട്ട് തന്നെ അതിന് സ്റ്റെൻസിലോട്ട് മാറ്റുക. അതല്ലാത്തവർക്ക് ഒരുപാട് ട്രിക്സും കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. അത് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ് എനബിളാക്കുക. എനബിളാക്കിയാൽ മാത്രമാണ് അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ ഈ സ്റ്റെൻസിൽ ചെയ്തെടുക്കുന്നത് ഒരു A4 പേപ്പറിലാണ്. സാധാരണ A4 ഷീറ്റിൽ വരച്ചത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വൈറ്റ് പോർഷനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്ലാക്ക് ഷീറ്റിലോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണണം. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവരലിലെ 2 3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. മോനെ, ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ?
ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഓളെന്ന് പറഞ്ഞ് എനേബിൾ ആക്കുക. അപ്പോൾ കൂട്ടുകാർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.